അതെ, ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് ഞങ്ങൾ പുറത്ത് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് പ്രോസോൺ മാളിലേക്കാണ്. പ്രോസോൺ മാളിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ സ്പാറിലേക്ക് പോയി. സ്പാറിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അവിടെ മെയിനായിട്ട് ഈസി ബൈക്ക് ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എക്സ്ട്രാ ആഡ് ചെയ്തിരിക്കുകയാണ്. അവിടെ നല്ല കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം അത് വെച്ചാൽ നല്ല ടോപ്സ് ഉണ്ടായിരുന്നു, അതായത് നല്ല കുർത്തീസ്, പിന്നെ നല്ല വെസ്റ്റേൺ വിയർ, ജീൻസ്, എല്ലാത്തിനും അടിപൊളി ഓഫറാണ് കൊടുത്തിരിക്കുന്നത്. 299 നമുക്ക് ടോപ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ സ്ട്രെയിറ്റ് കുർത്തീസൊക്കെ വെറും 399 ഞാനതുകൊണ്ട് 399 ഒരു കുർത്തി എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പോക വഴിയെ എനിക്ക് കാണിക്കാം. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇങ്ങോട്ട് വന്ന സമയത്ത് ഒരു കൊച്ചു ഷോപ്പ് ഉണ്ടായിരുന്നു, ബർഗർ കിങ്ങിൻ്റെ ആണെന്ന് തോന്നുന്നു. അവിടുന്ന് ഞങ്ങൾ 2 ഐസ്ക്രീം മേടിച്ചു കഴിച്ചു. കുഞ്ഞിന് കൊടുക്കാൻ പറ്റത്തുണ്ട്, കുഞ്ഞിന് മേടിച്ചില്ല, അതുകൂടെ ഞാൻ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി. പോയതിന് ശേഷം ഞങ്ങൾ ഫുഡ് കോർട്ടിൽ പോകാമെന്ന് വെച്ച് പോയപ്പോഴാണ് ഞങ്ങൾ ഈ സംഭവം ഇരിക്കുന്നത് കണ്ടത്. അത് ഈ സംഭവത്തിന് മിനിയൻസിനെ കൊടുത്തിട്ടുണ്ട്. മിനിയൻസ് അല്ല, പക്ഷേ അത് ഇതിനകത്ത് ഓരോ ഡോളിനെ എടുക്കുന്നതാണ്. നമ്മൾ 20 റുപ്പീസ് ഇട്ട് കഴിയുമ്പോഴത്തേനും നമുക്ക് ഒരു കോയിൻ എന്ന് പറയുന്നത് 20 റുപ്പീസാണ് അത് ആഡ് ചെയ്യേണ്ടത്. അതിനകത്തിട്ട് നമ്മൾ ഒരു ക്ലിപ്പുണ്ട്, അത് നമുക്കിങ്ങനെ നമ്മൾ തന്നെ കൺട്രോൾ ചെയ്തിട്ട് ആ ക്ലിപ്പിലൂടെ നമുക്ക് ഓരോരോ പാവയെ എടുക്കാം. എത്ര പാവയെ കിട്ടുമെന്നൊന്നും അറിയത്തില്ല, പക്ഷെ നമുക്കൊരു പാവയാണ് അത് എടുക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ വിചാരിച്ചു 2-3 പാവ എടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അതിനകത്ത് ഒരു പാവയെ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് അത് അവിടെ ഉപേക്ഷിച്ചിട്ട് ഞങ്ങൾ നേരെ ആനന്ദാസിലാണ് വന്നിരിക്കുന്നത്. ആനന്ദാസിൽ വന്നിട്ട് ഞങ്ങൾ ഇഡ്ഡലി ഓർഡർ ചെയ്തു. ഒരു സെറ്റ് ഇഡ്ഡലി വാങ്ങിച്ചു. ഇഡ്ഡലി വാങ്ങിച്ചിട്ട് കുഞ്ഞിന് കൊടുക്കാനാണ് മെയിനായി വാങ്ങിച്ചത്. അപ്പോൾ ഇഡ്ഡലിയും കഴിച്ചിട്ട് ഞങ്ങൾ കുറച്ചൊരു ഇഡ്ഡലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. കാരണം ഒരു 15 to 20 മിനിറ്റ്സ് ഞങ്ങൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തു. നല്ല താമസം ഉണ്ടായിരുന്നു. ഫുഡ് കോർട്ടിലൊക്കെ ഭയങ്കര ആളുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ BK കഫേ, അതായത് ബർഗർ കിങ്ങിലേക്ക് വന്നു. ബർഗർ കിങ് വന്നിട്ട് ഒരു വെജ് മീൽസും അല്ലാതൊരു വെജിറ്റബിൾ ബർഗറും കൂടെയാണ് മേടിച്ചത്. അതിനകത്ത് ഫാൻറ്റയാണ് ഞാൻ സെലക്ട് ചെയ്തത് ഡ്രിങ്കിങ്ങിനായിട്ട്. പിന്നെ ഇത് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ്, 3 ക്രിസ്പി വെജ് ഉണ്ടായിരുന്നു ആക്ച്വലി. കാരണം വെജ് കഴിക്കാമെന്ന് വെച്ചിട്ടാണ് വെജ് മേടിച്ചത്. അത് വെജ് ക്രിസ്പി വെജ് അതും മീൽസും അതും കഴിച്ചതിന് ശേഷം ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ഞാൻ കുറച്ച് നേരം വീഡിയോയ്ക്ക് പോസ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു.